കഴിച്ച് നിങ്ങളൊന്നും വിചാരിക്കുന്നില്ലെങ്കിൽ ഒരു പച്ചയായ ഒരു പരമസത്യം പറയാം. ഫുള്ളായിട്ട് കേട്ടു നോക്ക്. എല്ലാവർക്കും അറിയുന്നതാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ്, പ്രത്യേകിച്ച് ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു തലം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം നാട്ടിൽ ലക്ഷക്കണക്കിന് പിള്ളേരാണ് ജർമ്മൻ പഠിക്കുകയും ചെയ്യുന്നത്, അതുപോലെ എക്സാമിന് എഴുതി പാസ്സായി നിൽക്കുന്ന പിള്ളേർ. അപ്പോൾ അവരുടെ അടുത്തൊരു കാര്യം പറയുന്നതാണ്, നിങ്ങൾ പഠിപ്പിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ നടക്കുന്ന കോമൺ ആയിട്ടൊരു സിനാരിയോ പറയുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ജർമ്മനിൽ ഉണ്ടെങ്കിൽ അവരുടെ ചോദിച്ചു നോക്കും, FSTക്കും ഓപ്പേറിന് വന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ അസിസ്റ്റൻസിന് വന്നവരുടെ അടുത്തായാലും ചോദിച്ചാൽ മതി. ഇവിടെ വന്ന ശേഷം ഹൗസ് ബിൽഡിംഗ് ഒരു പ്ലേസ് കണ്ടെത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. ഒരു 100 പ്ലേസിലോട്ട് ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്ലേസിനൊക്കെ റിപ്ലൈ വന്നെന്ന് പറയാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ കിട്ടുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇയേഴ്സ് മുമ്പത്തെ ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ. കാരണം ആദ്യമൊക്കെ ഇന്ത്യൻസ് നല്ല രീതിയിൽ അവിടെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ, അതായത് ഇന്ത്യൻസിൻ്റെയും മലയാളികളുടെയും നമ്മുടെയൊക്കെ കൂട്ടുകാർ കാരണം മാത്രം പല സ്കൂളുകളിലും ഇന്ത്യൻസിന് എടുക്കുന്നവർ കുറച്ചു. വെറും കണ്ട് ഇന്ത്യനാണോ ജസ്റ്റ് ഒറ്റ സെൻറ്റൻസ് ഉള്ളൂ, എന്താണ് ഫോർത്ത് ഇംഗ്ലീഷ് പ്രൂഫ് പോലും ഇല്ല, ഞങ്ങൾക്ക് പ്ലേസ് ഇല്ല. ഇൻകേസ് അവിടെ പ്ലേസ് ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ നിലവിൽ പ്ലേസ് ഇല്ല. അത് നിങ്ങൾ ആരോട് ജർമ്മനിലുള്ള ആരോടെങ്കിലും ചോദിച്ചാലും മതി, ഭൂരിഭാഗം സ്ഥലത്ത് നടക്കുന്ന സംഭവമാണ്. നിങ്ങളതും പറഞ്ഞ് ഒരിക്കലും പേടിപ്പിക്കില്ല, നിങ്ങൾ ജർമ്മൻ പഠിക്കാം എല്ലാം ചെയ്യാം. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു സിനാരിയോ നിങ്ങൾ അറിയിക്കുക മാത്രം ചെയ്തത്. പലയിടത്തും നിങ്ങൾ പല വീഡിയോസും കാണാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ട്രെൻഡിങ് ജർമ്മനിയിൽ ആക്ച്വലി കുറഞ്ഞു വരാണ്. ഒരു 10% ഒക്കെ ഞാൻ എന്താ പറയുക, പല സ്കൂളുകൾ എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. നിങ്ങളിതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഇത് ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ സീറ്റ് കിട്ടുന്നവരുണ്ട്. സോ എല്ലാം ഒരു ലക്കിൻ്റെ പുറത്താണ്. നമുക്ക് ജർമ്മനി എന്നൊരു സ്വപ്നം നമ്മുടെ ഇതിലുണ്ടോ, നടക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം.